ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 36ആയി 220 പേരെ കാണാനില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 50-ലേറെ പേർക്ക് പരിക്ക്. മരിച്ചവരിൽ 2 പേർ CISF ജവാന്മാരാണ്. ചോസ്തി, ഗൌണ്ടർബാൾ മേഖലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്താണ് സ്ഥിതികൾ? എന്തായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് കിഷ്ത്വാറിൽ നിന്ന് പുറത്തു വരുന്നത്. 36 പേരുടെ മരണമാണ് മേഘവിസ്ഫോടനത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ കാണാതായത് എത്ര പേരെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ ജമ്മുകാശ്മീർ സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. പ്രാദേശിക മാധ്യമങ്ങളടക്കം നൽകുന്ന വിവരങ്ങൾ പ്രകാരം 200-ലേറെ പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. ഒരു തീർത്ഥാടന മേഖലയാണ് ഈ ചോസ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരടക്കം അപകടത്തിൽപ്പെട്ടു എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ജമ്മുകാശ്മീർ സർക്കാർ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം സാഹചര്യം വിലയിരുത്തുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ 2 CISF ജവാന്മാർ ഈ ഇത്തരത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. 2 പേരെ കാണാതായിട്ടുണ്ട്. ഇവരെ കൂടാതെ തന്നെ 200ഓളം പേരെ കണ്ടെത്താനുണ്ടെന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. NDRFന്റെ 2 സംഘങ്ങൾ, 180 അംഗങ്ങളുള്ള 2 സംഘങ്ങളാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. സൈന്യവും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും ഈ ചെളിയിലും അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ഈ മിന്നൽ പ്രളയം നടന്ന മേഖലയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കണം. അവരെയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററുകളടക്കം ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ വലിയ രീതിയിലുള്ള ആശങ്കകൾ തീർക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ്. കാരണം അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴയാണ് ഈ മേഖലയിലടക്കം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഇപ്പോഴും ഇടവിട്ട മഴ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു. പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രക്ഷാപ്രവർത്തകർ. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരെ, ഈ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെയും ഈ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ധന്യ.